മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂത്തേടം ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനിയുടെ മൃതദേഹം ഇന്ന് ഉച്ചയോടെ സംസ്കരിക്കും. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. കാട്ടാന ആക്രമണത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് SDPI ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമാണ്. സരോജിനിയുടെ കുടുംബത്തിന് ആവശ്യമായ സഹായം നേടിയെടുക്കാൻ എല്ലാ ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് എന്ന് മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഉസ്മാൻ പറഞ്ഞു. കളക്ടറുമായി സംസാരിച്ചു. അപ്പോൾ അവരുടെ കോമ്പൻസേഷൻ അതിന് തന്നെ അതിൻ്റെ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇനിയൊരു ദുരന്തം ഇല്ലാതിരിക്കാൻ, ദുരന്തമുള്ളതിന് ശേഷമാണ് പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ആവലാതിപ്പെടുന്നത്. പക്ഷേ ഇനിയൊരു ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടി അതിനുവേണ്ട ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ തീരുമാനം. കളക്ടറുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, ITDP ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും, ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനുള്ള നടപടിയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. മാനുഷികമായ പരിഗണന അവർക്ക് കിട്ടേണ്ടതുണ്ട്. ആവശ്യമായ സഹായങ്ങൾ കിട്ടേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ ചേരുന്നു. ശാന്തകുമാർ, ഇത് വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇതിപ്പോൾ ആവർത്തിക്കുന്ന സംഭവമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ ആളുകൾക്ക് നല്ല രോഷം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇപ്പോൾ അവിടെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും നടപടികൾ കൂടുതലായിട്ട് എടുക്കാൻ ഉദ്യോഗസ്ഥർ മറ്റും തീരുമാനിച്ചിട്ടുണ്ടോ? തീർച്ചയായും സനീഷ്, ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12:30 ഈ സംസ്കാരം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം നിലമ്പൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിൽ നിന്നും ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. തുടർന്ന് അവരുടെ ഉച്ചക്കുളം കോളനിയിൽ കൊണ്ടുവന്ന് വീട്ടിലാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. അവരുടെ ആചാരപരമായ നടപടികൾ പൂർത്തിയാക്കി ഏകദേശം 12:30 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉച്ചക്കുളം ഭാഗത്തെ ആദിവാസി നഗറിലെ ജനങ്ങൾ ഏറെ കാലമായി നേരിടുന്ന പ്രതിസന്ധികൾ തന്നെയാണ് ഈ കാട്ടാനയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നിരവധി നിവേദനങ്ങൾ നൽകുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടും ആവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നലെ മുതൽ അവർ പ്രതിഷേധം അറിയിച്ചിരുന്നത്. അതിന്റെ പേരിൽ തന്നെയാണ് നാട്ടുകാരും ആദിവാസി നഗറിലെ ജനങ്ങളെല്ലാവരും അതേക്കുറിച്ച് തട്ടിപ്പ് വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കുകയും ഉണ്ടായിരുന്നു. ആ രീതിയിൽ പോകുന്നതിനിടെയാണ് ഈ അക്രമം ഉണ്ടാവുന്നത്. തുടർന്നുള്ള ഈ ഒരു മരണം സംഭവിക്കുകയും എല്ലാം ചെയ്യുന്നത്. തുടർന്നാണ് ഇപ്പോൾ ഇന്ന് വനംവകുപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും സ്ഥലത്തുണ്ട്, പോലീസും സ്ഥലത്തുണ്ട്. അവരെല്ലാവരുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ് ഇന്ന് ഈ സംസ്കാര ചടങ്ങുകൾ മറ്റെല്ലാം പൂർത്തിയാക്കുന്നത്. ശരി, നന്ദി ശാന്തൻ വിവരങ്ങൾക്ക്.